നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും വിട്ടുപോകുന്നില്ലേ? വീട്ടിൽ സമാധാനമില്ല, മനസ്സിൽ ഭയം, കാരണം അറിയാത്ത അസ്വസ്ഥത, ചെയ്യുന്ന കാര്യങ്ങൾ പലതും പരാജയപ്പെടുന്നു. അപ്പോൾ പലരും ചിന്തിക്കും, എന്തോ ഒരു നെഗറ്റീവ് ശക്തി അല്ലെങ്കിൽ കൂടോത്രം എന്നെ ബാധിക്കുന്നുണ്ടോ? പക്ഷേ ഇവിടെ ഒരു വലിയ സത്യമുണ്ട്. ഒരു യഥാർത്ഥ വിശ്വാസിയെ തിന്മയുടെ ശക്തികൾക്ക് കീഴടക്കാൻ കഴിയില്ല. അതിനായി പ്രത്യേക മന്ത്രങ്ങളോ അത്ഭുത ശക്തികളോ ആവശ്യമില്ല. ദൈവം തന്ന 3 ആത്മീയ ആയുധങ്ങൾ മാത്രം മതി. ആ 3 ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്ന ഒരു കാര്യം സങ്കീർത്തനം 1-ാമത്തേതാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദുഷ്ടരുടെ ഉപദേശത്തിൽ നടക്കാത്തവനും പാപികളുടെ വഴിയിൽ നിൽക്കാത്തവനും കർത്താവിന്റെ നിയമത്തിൽ ആനന്ദം കണ്ടെത്തുന്നവനും ഭാഗ്യവാനാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? തിന്മ ആദ്യം ആക്രമിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. ഭയം, നിരാശ, അവിശ്വാസം, സംശയം, ഇവയിലൂടെയാണ് തിന്മ നമ്മെ ദുർബലരാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ദൈവവചനം നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ ഇരുട്ടിന് അവിടെ സ്ഥാനം നഷ്ടമാകും. സങ്കീർത്തനം 1-ൽ മറ്റൊരു മനോഹരമായ വാഗ്ദാനമുണ്ട്. ദൈവവചനത്തിൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ജലസ്രോതസ്സിനരികിൽ നട്ടിരിക്കുന്ന വൃക്ഷം പോലെയായിരിക്കും. കാലത്ത് ഫലം നൽകുന്ന, ഇലകൾ വാടാത്ത, സ്ഥിരതയുള്ള ഒരു വൃക്ഷം. അതാണ് ദൈവവചനത്തിന്റെ ശക്തി. യേശുക്രിസ്തുവിന്റെ ജീവിതം ഒന്ന് നോക്കൂ. മരുഭൂമിയിൽ സാത്താൻ യേശുവിനെ പരീക്ഷിച്ചപ്പോൾ യേശു ഉപയോഗിച്ചത് എന്തായിരുന്നു? ദൈവവചനം. ഓരോ പരീക്ഷണത്തിനും യേശു മറുപടി പറഞ്ഞത് തിരുവെഴുത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു. ഇവിടെ ഒരു വലിയ പാഠമുണ്ട്. തിന്മയെ തോൽപ്പിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ്. ദൈവവചനം അറിയാത്ത ഒരാൾ മരുഭൂമിയിൽ ആയുധമില്ലാതെ നിൽക്കുന്ന സൈനികനെ പോലെയാണ്. പക്ഷേ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ശത്രുവിന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ കഴിയും. അതിനാൽ ദിവസവും കുറച്ചു സമയമെങ്കിലും ബൈബിൾ വായിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ചിന്തകളെ മാറ്റും, നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. 3-ാമത്തെ ആത്മീയ ആയുധം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന വെറും വാക്കുകളല്ല, അത് ദൈവത്തോടുള്ള ജീവിക്കുന്ന ബന്ധമാണ്. ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാതെ ഉപയോഗിക്കാൻ കഴിയാത്തതുപോലെ പ്രാർത്ഥനയില്ലാതെ ആത്മീയ ജീവിതവും ദുർബലമാകും. വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, പരിശുദ്ധ കുർബാന, കൂദാശകൾ, ഇവയൊക്കെയാണ് നമ്മുടെ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ തിന്മയ്ക്ക് എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ല. കാരണം അവന്റെ ശക്തി അവനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. തിന്മയെയും കൂടോത്രത്തെയും ഭയപ്പെടരുത്. സങ്കീർത്തനങ്ങൾ വായിക്കുക, ദൈവവചനത്തിൽ ധ്യാനിക്കുക, പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്തുക, കൂദാശ ജീവിതത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തോട് അടുത്തു നിൽക്കുന്ന ഒരാളെ ഒരു ഇരുട്ടിനും കീഴടക്കാൻ കഴിയില്ല.